ഇന്ന് നമ്മൾ നമ്മുടെ ഫാമിൽ നിന്ന് തന്നെ കിട്ടിയ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. പിന്നെ 3 മുട്ട, ഒരു മീഡിയം സൈസിലുള്ള 3 മുട്ട. അതിലേക്ക് ഞാനിപ്പോൾ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ പഞ്ചസാര ഈ മുട്ടയിൽ നന്നായിട്ട് അലിയണം, അതാണ് പരുവം വരുന്നത്. ഇനി ഇപ്പം നന്നായിട്ട് ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം അതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഈ നെയ്യിൽ കിടന്ന് ഏത്തപ്പഴം ഒന്ന് ചെറുതായിട്ട് വാടി വരണം, അതാണ് പരുവം വരുന്നത്. അതിൻ്റെ ആ ഒരു പച്ച രുചിയൊന്ന് മാറണം, പിന്നെ കളറും ഒന്ന് മാറണം. അപ്പം നമുക്കൊന്ന് ചെറുതായിട്ട് അതിൽ ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടി വെക്കാം. ഇപ്പം ആയി വരുന്നുണ്ട്, നെയ്യിൽ കിടന്ന് ഇപ്പം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് എടുത്ത് ഈ ഇളക്കി വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കാര്യം ഈ ഏത്തപ്പഴം ഈ മുട്ടയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഇനി ആ സെയിം ചട്ടിയിൽ തന്നെയാണ് നമ്മൾ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നു. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ മുട്ടയുടെയും ഏത്തപ്പഴത്തിൻ്റെയും മിക്സ് അതിലേക്ക് നന്നായിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. 3 മിനിറ്റ് മതിയായിരിക്കും. അപ്പം 3 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പം ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. നല്ല എല്ലായിടവും നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാനിത് മുറിച്ച് കാണിക്കാം. അപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇത് കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പം നമുക്ക് നാളെ കാണാം.